The Rural Credit Survey Committee submitted their report in dash. Options നോക്കൂ. A 1951, B 1952, C 1953 and D 1954. Correct answer option D 1954. റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഏത് വർഷത്താണ്? ഏത് വർഷമാണ്? 1954. നമുക്കറിയാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. പുതിയ സിലബസ് അനുസരിച്ച് കമ്മിറ്റി ആൻഡ് കമ്മീഷൻസിൽ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്ന കമ്മിറ്റികളാണ് സർവേ കമ്മിറ്റിയും പിന്നീട് എന്താണ് റിവ്യൂ കമ്മിറ്റി. അപ്പോൾ ഇവരെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? അപ്പോയിന്റ് ചെയ്തത് RBI ആണ്. സർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് RBI ആണ്. 1951 അപ്പോയിന്റ് ചെയ്യുകയും 1954 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫേമസ് കോട്ടാണ് എന്ത്? കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. കോർപ്പറേഷൻ ഇപ്പോൾ എന്താണ്? തോറ്റുപോയിരിക്കുന്നു, പക്ഷെ ഇത് ഉറപ്പായിട്ടും എന്താണ്? ഇത് ഉറപ്പായിട്ടും വിജയിക്കും. ഇതിന്റെ കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയാണ്? AD ഗോർവാല, DR ഗാഡ്ഗിൽ, B വെങ്കട്ടപ്പൈ, NSR ശാസ്ത്രി. ചെയർമാൻ AD ഗോർവാലയാണ്. അതുകൊണ്ട് തന്നെ ഗോർവാല കമ്മിറ്റി എന്നും സർവേ കമ്മിറ്റി അറിയപ്പെടും. സർവേ കമ്മിറ്റിയെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സുപ്രധാനമായ ഒരു ഏടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ നമുക്ക് സുപ്രധാനമായി വന്ന ഒരു കമ്മിറ്റിയാണ് എന്ത്? ഈ സർവേ കമ്മിറ്റി. പിന്നെ മാഗ്ന കാർട്ട എന്നും പറയും. അതായത് എന്തായാലും ഒരു മഹത്തായ കാര്യം തന്നെയാണിത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നത് സർവേ കമ്മിറ്റിയാണ്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് SBI എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞതും, പിന്നീട് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ സർവേ കമ്മിറ്റി. പിന്നീട് ഫോർമേഷൻ ഓഫ് NCDC, പിന്നെ പല തരത്തിലുള്ള ഫണ്ടുകൾ ക്രിയേറ്റ് വേരിയസ് ഫണ്ട്, അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്, നാഷണൽ വെയർഹൌസിംഗ് ഡെവലപ്മെന്റ് ഫണ്ട്, ഇതൊക്കെയും പറഞ്ഞത് ആരായിരുന്നു? സർവേ കമ്മിറ്റി.